തിരുവനന്തപുരത്ത് നിന്ന് വലിയ തോതിൽ MDMA പിടിച്ച വാർത്ത നാടെങ്ങും ഞെട്ടലോടെ കേട്ട് കഴിഞ്ഞു. എന്നിട്ട് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കസ്റ്റംസിനെയൊക്കെ വെട്ടിച്ച് ഇത്രയും വലിയ തോതിൽ ഏകദേശം 1.5 കിലോ MDMA ഈന്തപ്പഴത്തിന്റെ ട്രേകളിലാക്കി, അതായത് ബക്കറ്റുകൾക്കകത്താക്കി വിമാനത്താവളത്തിൽ നിന്ന് പുറത്ത് എത്തിക്കുക. ഇതിന് ആരുടെയെങ്കിലും സഹായം ലഭിക്കാതിരിക്കുമോ എന്ന് ചിന്തിച്ചാൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ പറയും, ഉറപ്പായിട്ടും ഉന്നതതല ബന്ധം ഇവർക്ക് ഉണ്ടാകണം. പിടിയിലായത് ആരാണ്? സഞ്ജു എന്ന ഡോൺ. കൂട്ടുകാർക്കിടയിൽ അയാൾ ഡോൺ എന്നാണ് അറിയപ്പെടുന്നത്. വർക്കല, പാപനാശം, കോവളം ഇത് 3 ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നറിയാമല്ലോ. പാപനാശം ബലിതർപ്പണത്തിനുള്ള സ്ഥലമാണെങ്കിലും അവിടെയും ധാരാളം ആഭ്യന്തര ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകൾ മാത്രമല്ല, വിദേശികളും എത്താറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ വലിയ തോതിൽ രാസലഹരി വിറ്റ് വർക്കല, അതായത് കല്ലമ്പലത്ത് നിന്ന് വർക്കലയിലേക്ക് പോകുന്ന വഴിയിൽ ഞക്കാട് എന്ന സ്ഥലത്ത് ആഡംബര വസതിയൊക്കെ നിർമ്മിക്കുന്ന വ്യക്തിയാണ് സഞ്ജുവിന്റെ ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ 2022 ഇയാളെ ഒരിക്കൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അത് 22 ഗ്രാമോളം MDMA കൈവശം വച്ചതിനാണ്. അന്ന് മാത്രമാണ് സഞ്ജു അകത്തായത്. അതിനുശേഷമൊക്കെ പോലീസുകാരൊക്കെ ചെല്ലുമ്പോൾ വലിയ നായ്ക്കളെയൊക്കെ അഴിച്ചുവിട്ട് പോലീസുകാരെ വിരട്ടി ഓടിച്ച് അതിൻ്റെ മധ്യേ വിലസുന്ന ഡോണാണ്. നമ്മൾ ഹിന്ദി സിനിമയിലൊക്കെ കണ്ട് പരിചയിച്ച ഒരു വില്ലൻ കഥാപാത്രമാണ് സഞ്ജുവും അതേ, ഉണ്ണിക്കുട്ടനും അതേ, നന്ദുവും അതേ, കൂടെ പിടിയിലായ ആളുകളുമൊക്കെ ഇതേ സ്വഭാവക്കാരാണ്. വലിയ വില്ലന്മാരാണ്. രണ്ടുപേർക്ക് സഹായികളുടെ റോളാണെങ്കിലും സഞ്ജുവിന് കള്ളക്കടത്തുകാരന്റെ റോളായിരുന്നു കഴിഞ്ഞ ദിവസം പിടികൂടിയ MDMA കേസിലെന്ന് പോലീസും ഡാൻസ് ഓഫ് സംഘവും ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ ഉന്നതതല ബന്ധങ്ങൾ സാധ്യമാകുന്നത്? ഉറപ്പായിട്ടും സാമ്പത്തികവും കാശും പണവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ഉന്നതനും ഇവരുടെ വരുതിയിലൊക്കെ ആകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സഞ്ജു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കാരണം ഇയാൾ അടിക്കടി വിമാനത്താവളം വഴി ഒമാനിലേക്ക് പോകുന്നു. ഏകദേശം 6 തവണ ഒമാനിലേക്ക് യാത്ര ചെയ്തു. അടിക്കടി, അത് വളരെ കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ ദിവസങ്ങളിൽ ഇയാൾ ഒമാനിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് പോലീസിന് ഒന്നാമതായി ഇയാളെ സംശയിക്കാൻ ഉണ്ടായ കാരണം. അവസാനം പോയപ്പോൾ കുടുംബസമേതമാണ് പോയത്, തിരികെ വന്നത് ഒറ്റയ്ക്കും. സംശയിക്കാൻ വലിയ കാരണമായി തീർന്നത് ഇയാളുടെ ട്രാവൽ ഹിസ്റ്ററിയാണ്. ഇയാൾ ഒമാനിലേക്ക് എന്തിനാണ് ഇങ്ങനെ വലിയ തോതിൽ യാത്ര നടത്തുന്നത്? അതും പോകുന്നു തിരികെ വരുന്നു, ആ തരത്തിലുള്ള യാത്ര. ഇതേ സമാനമായ ഒരു സംഭവമാണ് ശ്രീ ബാലഭാസ്കറിന്റെ മാനേജറായിരുന്ന തമ്പിയും അതുപോലെ തന്നെ വിഷ്ണു സോമസുന്ദരവും ഒക്കെ ദുബായിലേക്ക് ആവർത്തിച്ച് എന്തിനു പോകുന്നു? അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇവർ ബാലഭാസ്കറിന്റെ മരണശേഷം എന്തിനാണ് ഇങ്ങനെയൊക്കെ യാത്ര നടത്തുന്നത് എന്ന പരിശോധനയിൽ നിന്നാണ് ആ വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് അന്ന് പിടികൂടിയത്. അതിനകത്ത് കസ്റ്റംസ് സൂപ്രണ്ടിനൊക്കെ പങ്കുണ്ടായിരുന്നു. അതൊക്കെ വലിയ വിവാദം. അതൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെടുന്നതല്ലെങ്കിലും ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇയാളെ നിരീക്ഷിക്കാൻ കാരണം? അത് ഇയാളുടെ അടിക്കടിയുള്ള വിദേശയാത്ര. എന്ത് കാരണത്തിനാണ്? അങ്ങനെ കഴിഞ്ഞ ദിവസം ഇയാൾ ഒമാനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഇന്നോവ കാറിൽ കയറി ഇയാള് ഇയാളുടെ സ്വന്തം സ്ഥലത്തേക്ക് വരികയാണ്. ഒരു മനുഷ്യനും ഒരു സംശയവുമില്ല. പക്ഷേ രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു. കാരണം എന്താണ്? ഇയാളുടെ കൂടെ ഉള്ള ആളുകളും ഇയാൾ വൻതോതിൽ പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന വിവരം ആർക്ക് കിട്ടി? SP-ക്ക് ലഭിച്ചു. റൂറൽ SP-ക്ക് ലഭിച്ചു. റൂറൽ SP ഉടനെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തെ വിവരമറിയിച്ചു. കല്ലമ്പലം പോലീസിനെ വിവരമറിയിച്ചു. അലർട്ടാകാൻ പറഞ്ഞു. രാത്രി, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഏറെ വൈകിയാണ് അറസ്റ്റൊക്കെ നടക്കുന്നതെങ്കിലും അതിനു മുന്നേ തന്നെ ഇയാളെ പിടികൂടാനുള്ള എല്ലാ സന്നാഹവും പോലീസ് ഒരുക്കിയിരുന്നു. അതിന് കാരണം ഇയാൾ വിമാനത്താവളത്തിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു, വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട് ഇന്നത്തെ ഫ്ലൈറ്റിൽ. അത് കഴിഞ്ഞ് ഇയാൾക്ക് കൺസൈൻമെന്റ്, ഇയാളുടെ കൂടെ കുറച്ചധികം സാധനങ്ങൾ കൂടി കൊണ്ടുവരുന്നുണ്ട്, അത് പരിശോധിക്കണം. പക്ഷേ പോലീസുകാര് പ്രതീക്ഷിച്ചു കസ്റ്റംസ് ക്ലിയറൻസും അതും അവിടെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇയാൾ ഒരുപക്ഷെങ്കിൽ പിടിക്കപ്പെടാം, എന്തെങ്കിലും ഇതിനകത്ത് മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പിടിക്കപ്പെടാമെന്നായിരുന്നു പോലീസുകാർ കരുതിയിരുന്നത്. പക്ഷേ കസ്റ്റംസിന്റെ എല്ലാ പരിശോധനകളും ഇയാൾ അതിവേഗം കടന്ന് നേരെ പുറത്തിറങ്ങി ഇന്നോവ കാറിൽ കയറി ഇയാൾ കൊണ്ടുവന്ന പാഴ്സൽ ഈ 1.5 കിലോ MDMA-ക്ക് പുറമെ 17 കുപ്പി വിദേശ മദ്യം, ഇതൊക്കെ മറ്റൊരു പിക്കപ്പ് വാനിലേക്ക് മാറ്റി. എന്നിട്ട് പിക്കപ്പ് വാന് ഇന്നോവയെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. കാരണം ഇയാൾക്കും വിവരം ലഭിക്കുമല്ലോ, പോലീസുകാർ നിങ്ങളുടെ യാത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷണത്തിലാണ് എന്ന് ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് ഏർപ്പാടിൽ നിന്ന് ഇയാൾക്കും വിവരം ചോർന്ന് കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് പിക്കപ്പ് വാനൊക്കെ ഈ സഞ്ജുവും കൂട്ടരും പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവരുടെ അതിബുദ്ധി അപകടത്തിൽ കലാശിച്ചു. പിക്കപ്പ് വാന് ഇന്നോവയുടെ പുറകെ തന്നെ വരട്ടെ,
പുറകെ തന്നെ വന്നുകൊള്ളട്ടെ, കുഴപ്പമില്ല എന്ന അമിതമായ ആത്മവിശ്വാസവും അതിബുദ്ധിയുമാണ് പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്നോവ കാർ പരിശോധിക്കുമ്പോൾ സഞ്ജുവും അയാളുടെ കൂട്ടുകാരനും മാത്രമേ വണ്ടിയിലുള്ളൂ, വണ്ടിയിൽ പ്രത്യേകിച്ച് യാതൊന്നും തന്നെയില്ല, ഇവരുടെ യാത്രാരേഖകളും ബാഗും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരുപക്ഷെങ്കിൽ ഇവർക്ക് തടിതപ്പാമായിരുന്നു. അങ്ങനെ തടിതപ്പാൻ നോക്കുമ്പോഴാണ് പോലീസുകാര് മണത്തറിഞ്ഞ് എന്താണ് ഇയാൾ കുറേയധികം സാധനങ്ങൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാധനങ്ങൾ എവിടെയാണ്? ഇയാളും ബാഗും മാത്രമല്ല ഇന്നോവയിലുള്ളൂ. അപ്പോഴാണ് ദാ വരുന്നത് പുറകെ ഒരു പിക്കപ്പ് വാൻ തടഞ്ഞപ്പോഴും അവന്മാരും സാഹസികത കാണിക്കാൻ നോക്കി, തടഞ്ഞിട്ട് പിടിച്ചു. പോലീസ് ജീപ്പ് ക്രോസ് ആയിട്ടൊക്കെ പിടിച്ചു. അത് വിഷ്വലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പരിശോധിച്ചപ്പോഴാണ് ഈന്തപ്പഴത്തിന്റെ ബക്കറ്റുകൾക്കകത്ത്, ആ കൺസൈൻമെന്റുകൾക്കകത്ത് കറുത്ത പോളിത്തീൻ കവറിൽ ഒളിപ്പിച്ച നിലയിൽ MDMA മാരക രാസ ലഹരി വസ്തു പിടിച്ചെടുത്തത്. അപ്പോ ഇതിനകത്ത് ഈ കസ്റ്റംസിന്റെ ക്ലിയറൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ ഉന്നതതല ഇടപാട്, ബന്ധം, അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല എന്ന് നമുക്ക് പറയാം. കാരണം കേരള പോലീസ് വളഞ്ഞിട്ട് പിടിച്ചു. എന്തൊക്കെയാണ്? ചില ഇൻഫർമേഷന്റെ ഭാഗമായാണ് ഇയാൾ നിരന്തരം യാത്ര നടത്തുന്നു, ഇയാൾ മടങ്ങി വരുമ്പോൾ ഇയാൾ കുറേയധികം പാഴ്സൽ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് എന്നത് അറിയില്ല. ആ പാഴ്സൽ പരിശോധിച്ചാൽ എന്തെങ്കിലും കിട്ടും. അപ്പോഴും പോലീസുകാർ കരുതി കസ്റ്റംസുകാർ ഇത് പരിശോധിക്കും. പക്ഷേ കസ്റ്റംസുകാർ പരിശോധിച്ചപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ നേരെ പുറത്തു വന്നിട്ട് ഇന്നോവ കാറിൽ കയറുന്നു. തൊട്ടുപുറകെ വേറൊരു പിക്കപ്പ് വാനിൽ ഇയാൾ കൊണ്ടുവന്ന സാധനങ്ങൾ ആ വാനിലോട്ട് കയറ്റി ഇയാൾ തടിതപ്പാൻ ശ്രമിക്കുന്നു. ഇതാണ് പോലീസിന് സംശയമായതും പിന്നീട് പിടികൂടാനുണ്ടായ സാഹചര്യവും. ഇനി പോലീസ് അന്വേഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് ഇയാളുടെ ഉന്നതതല ബന്ധങ്ങളും ഇയാള് കസ്റ്റംസ് ക്ലിയറൻസ് എങ്ങനെ സാധ്യമായി, ഇയാൾ എങ്ങനെ നിരന്തരം യാത്ര ചെയ്തു, എന്തിനു വേണ്ടി യാത്ര ചെയ്തു, ഇയാൾക്ക് ഇത്രയും വലിയ തോതിൽ 1.5 കിലോ MDMA ഒമാനിൽ നിന്ന് ആരാണ് കൊടുത്തത്? മലയാളികളാണോ അതോ ഇനി വേറെ ഏതെങ്കിലും വിദേശ പൗരന്മാരാണോ? നൈജീരിയക്കാരോ അതോ ഇനി ഓസ്ട്രേലിയക്കാരോ? നമുക്കറിയാം ഈ മൂവാറ്റുപുഴക്കാരൻ്റെയൊക്കെ ഇടപെടൽ നമുക്കറിയാമല്ലോ. അത്തരത്തിലുള്ള ആരെങ്കിലുമാണ് ഇയാൾക്ക് MDMA കൊടുത്തതെങ്കിലോ എന്നീ വിധമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഏതായാലും പോലീസ് ഒന്നുറപ്പിക്കുന്നു, ഇയാൾക്ക് ഉന്നതതല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെ ബലത്തിലാണ് ഇയാൾ കസ്റ്റംസ് ക്ലിയറൻസ് വളരെ ഈസിയായി താണ്ടി പുറത്ത് വന്നതെന്ന സംശയം പോലീസിന് ഉണ്ട്.